ബിഗ് ബോസ് മലയാളം സീസൺ 7 പങ്കെടുത്ത 25 മത്സരാർത്ഥികളിൽ ബിഗ് ബോസ് മെറ്റീരിയൽസ് എന്ന് വിളിക്കാൻ കഴിയുന്ന 2 പേരായിരുന്നു ലെസ്ബിയൻ കപ്പിൾസായ ആദിലയും നൂറയും. ആദില 95-ാം ദിവസവും നൂറ 99-ാം ദിവസവുമാണ് ഹൗസിൽ നിന്ന് എവിക്റ്റായത്. രണ്ടുപേരുടെയും മിഡ് വീക്ക് എവിക്ഷനായിരുന്നു. അവസാന ആഴ്ചയിൽ ഗെയിമിൽ വന്ന മാറ്റം ആദിലയെയും നൂറയെയും നെഗറ്റീവായി ബാധിച്ചിരുന്നു. ഇല്ലായിരുന്നുവെങ്കിൽ ടോപ്പ് 5-ൽ ഇടം പിടിച്ച് നൂറയും ഉണ്ടാകുമായിരുന്നു. കഴിഞ്ഞ 3 വർഷമായി 2 ശരീരവും ഒരു മനസ്സുമായി കഴിയുന്നവരാണ് ഇരുവരും. ആദിലയുടെ എവിക്ഷന് ശേഷം ഹൗസിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു നൂറ. ഇപ്പോഴത്തെ എവിക്ഷന് ശേഷം നടന്ന തങ്ങളുടെ റീയൂണിയൻ വീഡിയോയും വിശേഷങ്ങളും പങ്കിട്ടിരിക്കുകയാണ് ആദിലയും നൂറയും. ഹൗസിൽ നിന്നിറങ്ങിയ ശേഷം ഞാൻ കുറച്ച് എംപ്റ്റി ആയിരിക്കുകയാണ്. ബേബിയെ കണ്ടപ്പോൾ തന്നെ 2 വർഷം പങ്കാളിയെ കാണാതെ നിന്ന് പിന്നീട് കാണുമ്പോഴുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക്. ആദിലയെ കണ്ടപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. എന്നെ കാണുമ്പോൾ ഒരുപാട് മാറ്റം വന്നതുപോലെ ആളുകൾക്ക് തോന്നും. കാരണം ഞാൻ വല്ലാതെ മെലിഞ്ഞുപോയി. ഹൗസിൽ നിന്നിറങ്ങിയ ക്ഷീണം മാറിയിട്ടില്ല. ബിഗ് ബോസ് എഫക്റ്റ് ഇപ്പോഴുമുണ്ട്. അതൊക്കെ ഇനി മാറ്റിയെടുക്കണം. കുറേ റെസ്റ്റ് എടുക്കണം. ഫുഡ് നന്നായി കഴിക്കാൻ പറ്റുന്നില്ല. വിശന്നാൽ പോലും അതാണ് സ്ഥിതി. കുറച്ച് ഭക്ഷണം കഴിച്ച് ഇത്രയും നാൾ ജീവിച്ചത് കൊണ്ടാണ് ബിഗ് ബോസ് ഹൗസിലെ ഓർമ്മകൾ ഇടയ്ക്കിടെ വന്നു പോകുന്നത്. ആ സമയത്ത് ഒരു അന്താളിപ്പുണ്ടാകും. സംസാരിക്കുമ്പോൾ പോലും തപ്പലും തടയലുമാണ്. എല്ലാം ഇനി ബാക്ക് ടു നോർമൽ ആകണം, നൂറ പറയുന്നു. ആദിലയും നൂറയുടെ അതേ മാനസികാവസ്ഥയാണ്. എവിക്ഷൻ കഴിഞ്ഞ് നൂറ പുറത്തിറങ്ങിയ ഉടനെ എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോഴാണ് കാണുന്നത്. നൂറയെ കണ്ടപ്പോൾ എനിക്കും വല്ലാത്ത സന്തോഷമായിരുന്നു. അതുപോലെ ഹൗസിൽ എനിക്ക് 95 ദിവസവും നൂറയ്ക്ക് 99 ദിവസവും നിൽക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ കാര്യമാണെന്ന് ആദിലയും പറഞ്ഞു. ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ച് വീണ്ടും ലാലേട്ടൻ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോഴുണ്ടായ സന്തോഷത്തെക്കുറിച്ചും ഇരുവരും വ്ലോഗിൽ സംസാരിച്ചു. ആ ക്ഷണത്തിന് ബിഗ് ബോസ് ട്രോഫിയേക്കാൾ വാല്യൂ ഉണ്ടെന്നും ഇരുവരും പറഞ്ഞു. ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ച് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം സംഭവിച്ചു. ബിഗ് ബോസ് വിന്നറിൻ്റെ കപ്പിനേക്കാൾ ഭാഗ്യമായിട്ടുള്ള ഒന്നാണ് ഞങ്ങൾക്ക് അവിടെ വെച്ച് സംഭവിച്ചത്. അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്നു. ലാലേട്ടൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം വീണ്ടും ഞങ്ങളെ ക്ഷണിച്ചു. 2 പേർക്കും സൗകര്യപ്രദമായൊരു ദിവസം അതിനുള്ള സൗകര്യം ഒരുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഇനി വേറൊന്നും വേണ്ടെന്ന തോന്നലാണ് ഉണ്ടായത്. ഇതിനേക്കാൾ സന്തോഷം നൽകിയ മൊമെൻ്റ് ജീവിതത്തിൽ വേറെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇരുവരും പറഞ്ഞത്. ലെസ്ബിയൻ കപ്പിളായതുകൊണ്ട് തന്നെ ഷോയിലേക്ക് കയറും മുമ്പ് വലിയ രീതിയിൽ ഹെയ്റ്റ് ഉണ്ടായിരുന്നവരാണ് ഇരുവരും. ഷോയിലെ പ്രകടനത്തിലൂടെ ഹേറ്റേഴ്സിനെ ഫാൻസാക്കി മാറ്റാൻ ഇരുവർക്കും കഴിഞ്ഞു. ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച ശേഷം കുടുംബം പോലും ഇരുവരെയും ഉപേക്ഷിച്ചു. ഇന്ന് പക്ഷേ നിരവധി അമ്മമാർ ഇരുവരെയും മക്കളായി സ്വീകരിച്ചു കഴിഞ്ഞു. ഏറ്റവും ആക്റ്റീവായി ഹൗസിൽ നിന്നിരുന്ന 2 മത്സരാർത്ഥികൾ കൂടിയായിരുന്നു ആദിലയും നൂറയും.